യദുവിൻ്റെ മൊഴിയെടുത്ത് പറഞ്ഞു വിട്ടു കന്റോൺമെന്റ് പോലീസ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മൊഴിയെടുക്കലല്ല നടന്നത്, വേണ്ടി വന്നാൽ ഒരു ചോദ്യം ചെയ്യലാണ്. അല്ലെങ്കിൽ മേയർക്കും അതല്ലെങ്കിൽ MLA-ക്കും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന വിധത്തിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ പറ്റുമോ എന്ന ഒരു തരത്തിലുള്ള ഒരു മൊഴിയെടുക്കൽ, അങ്ങനെ വേണമെങ്കിൽ പറയാം എന്നാണ് എനിക്ക് തോന്നുന്നത്. യദുവുമായിട്ട് സംസാരിച്ചിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, യദു പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ യദുവിന് പറയാൻ കഴിഞ്ഞിട്ടില്ല. അവർ ചോദിച്ച ചില കാര്യങ്ങൾ, ആ ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടി പറയാനും അത് പോലീസുകാർ ഉദ്ദേശിച്ച വിധത്തിൽ നോട്ട് ചെയ്യാനും മാത്രമേ സാധിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ല മൊഴിയെടുക്കൽ എന്ന് പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് തല മുതൽ എന്തൊക്കെയാണ് പറയാനുള്ളത് അത് മുഴുവൻ പറഞ്ഞു കൊടുത്ത് അത് എഴുതിയെടുത്ത് അത് തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തി പറഞ്ഞു വിടുന്നതാണ് മൊഴിയെടുക്കൽ. മറ്റുള്ളത് ചോദ്യം ചെയ്യലാണ്. പോലീസുകാരൊരു ചോദ്യാവലി ഉണ്ടാക്കി വെക്കും. ആ ചോദ്യാവലി അനുസരിച്ച് ആ ചോദിക്കുന്നതനുസരിച്ച് മറുപടി പറഞ്ഞോളണം. അത് ചോദ്യം ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കന്റോൺമെന്റ് പോലീസ് ഇന്ന് ചെയ്തത് ചോദ്യം ചെയ്യലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, മൊഴിയെടുക്കലല്ല. പക്ഷെ മൊഴിയെടുക്കൽ തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടി വരുന്നു. ഏതായാലും ആ മൊഴി പേപ്പറും മറ്റു കാര്യങ്ങളൊന്നും സൈൻ ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല, അല്ലെങ്കിൽ സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കോടതിയിൽ ആ മൊഴി എത്തുമ്പോൾ മനസ്സിലാക്കാം. പക്ഷെ യദുവിന് പറയാനുള്ളത് വളരെ വ്യക്തമായി യദു കോടതിയിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതിലപ്പുറത്തേക്ക് ഒരു മൊഴി പിന്നെ വരാനില്ല. പക്ഷെ ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം. യഥാർത്ഥ പ്രശ്നം യദു എന്ന വ്യക്തി ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷയമാണ്. യദുവിനെ പല വിധത്തിലും ദ്രോഹിക്കാൻ ഭരണകൂടം നേരിട്ടും അല്ലാതെയും പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് യദുവിന്റെ ലൈസൻസ് കട്ട് ചെയ്യാനുള്ള ഒരു പരിശ്രമം. ഇപ്പോ യദു തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ വരുന്നതിനുള്ളിൽ 1 മണിക്കൂർ നേരം ഫോണിൽ സംസാരിച്ചു എന്നൊരു വിവാദം കത്തിപ്പടരുന്നുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, വൈറ്റില ഹബ്ബിൽ മാത്രം KSRTCയിൽ സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കറിയാം, ഹബ്ബിൽ മാത്രം 20 മിനിറ്റ് നേരം അവിടെ വെയിറ്റിംഗ് ഉണ്ട്. അതേപോലെ കായംകുളത്ത് വരെയാണെന്നുണ്ടെങ്കിൽ 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ അവിടെ വെയിറ്റിംഗ് ഉണ്ടാകാറുണ്ട്. അത് സമയം അനുസരിച്ചിട്ടാണ്. ഇതിനെല്ലാം പുറമെ ഇപ്പോൾ റോഡ് പണി നടക്കുന്ന സന്ദർഭമാണ്. പല സ്ഥലങ്ങളിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകലുണ്ട്, ചിലയിടങ്ങളിൽ നിർത്താറുണ്ട്. അപ്പോൾ യദുവുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് യദു ഫോൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വണ്ടി റൺ ചെയ്യുമ്പോഴല്ല, അതായത് വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ടി എടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്യലാണ് പതിവ്. അതായത് എവിടെയാണോ വണ്ടി നിർത്താൻ കുറച്ച് എന്തെങ്കിലും അത്യാവശ്യത്തിന് ആരെങ്കിലും എങ്ങോട്ടെങ്കിലും വിളിച്ച് ചോദിക്കേണ്ട സാഹചര്യം വന്നാൽ, ഇപ്പൊ കുട്ടിക്കൊക്കെ സുഖമില്ലായിരുന്ന ഒരു സന്ദർഭമായിരുന്നു അന്നത്തെ ദിവസം എന്ന് യദു തന്നെ പറയുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാളെയാണ് പോലീസ് സ്റ്റേഷനിൽ കെട്ടിയിട്ടെന്നും കൂടെ ഓർക്കണം. അപ്പൊ ഒന്നുമില്ല. ഇവിടെ ഡ്രൈവർ യദു 1 മണിക്കൂർ സംസാരിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, എങ്ങനെ യദുവിന്റെ ലൈസൻസ് കട്ട് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഭരണകൂടം നോക്കുന്നത്. ഇവിടെ റോബിൻ ഗിരീഷ് യദുവിന് ജോലി കൊടുക്കാമെന്ന് സംഭവിച്ചിട്ടുണ്ട്. അതായത് യദു ഇനി ഡ്രൈവർ പണിയേ എടുക്കണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് കേരള സർക്കാരും അതിന്റെ ആഭ്യന്തര വകുപ്പും അതുപോലെ KSRTCയും മേയറും MLA-യും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനിത് പച്ചയ്ക്ക് പറയുന്നത്, ഒരു കൂലിപ്പണിക്കാരൻ അവന്റെ അന്നം മുടങ്ങിയുള്ള ഒരു അവസ്ഥയാണ്. അവനിനി പറമ്പിലെ പണിക്ക് പോകാൻ പറ്റുമോ? പറമ്പ് പണി അവൻ അറിഞ്ഞുകൊള്ളുന്നില്ല. അവൻ അറിയാവുന്നത് ഡ്രൈവർ പണിയാണ്. ആ ഡ്രൈവർ പണി ഇനി അവൻ എടുക്കണ്ട എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച പോലെയാണ് ഗതാഗത മന്ത്രി അടക്കം പെരുമാറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഈ 1 മണിക്കൂർ സംസാരിച്ചു എന്ന് പറയുന്നു, അതിൽ ഓരോന്നും 1 മണിക്കൂർ കണ്ടിന്യൂ അല്ല, ചെറിയ ചെറിയ പീസുകളാണ്. ഓരോ പീസ് എടുക്കുന്ന സമയത്തും എവിടെയായിരുന്നു ഇന്ന് കണ്ടെത്താൻ പറ്റും. അവിടെ ഹാൾട്ട് ചെയ്തിരുന്ന സമയത്താണോ അതോ റൺ ചെയ്യുന്ന സമയത്താണോ എന്നൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അത് മാത്രമല്ല, യദുവിന്റെ ഫോൺ മാത്രമായിട്ട് എങ്ങനെയാണ് അത് നോക്കുന്നത്? കേരളത്തിലെ എല്ലാ ഡ്രൈവർമാരെയും ഫോൺ അങ്ങനെയാണ് നോക്കട്ടെ. റൺ ചെയ്യുന്ന സമയത്ത്, വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ ചുവട്ടിൽ വെച്ച് സംസാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനോടകം തന്നെ എത്ര ആൾക്കാർ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്തിട്ട് പുറത്തു വന്നിട്ടുണ്ടാവും. ഇന്നത്തെ കാലം അതല്ലേ. യദുവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഞാൻ ഇന്ന് യദുവുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. പക്ഷെ അതൊന്നും ഈ കോടതിയിൽ ചില കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കൊണ്ട്, കേസ് കോടതിയിൽ ഇരിക്കുന്നത് കൊണ്ട് പല കാര്യങ്ങളും എനിക്ക് ഈ വീഡിയോയിൽ കൂടി പറയാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. മറ്റുള്ളവരെന്തോ പറയുന്നു ഞാൻ നോക്കുന്നില്ല. പക്ഷെ ഇവിടെ യദുവിനെ സംബന്ധിച്ചിടത്തോളം യദു സാമ്പത്തികമായി നല്ല പ്രതിസന്ധിയിലാണ്. കാര്യം, ഉള്ള വരുമാനം നിന്നുപോയി. അതുപോലെ ഒരു കുട്ടിയുണ്ട്, കുടുംബമുണ്ട്. അവര് അരി വാങ്ങാൻ കൂടി നിവൃത്തിയില്ല. കടം വാങ്ങി മുന്നോട്ട് എത്ര നാളാണ് പോവുക? അപ്പോൾ നിലവിൽ ഒന്നുകിൽ KSRTCയിൽ ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകണം, അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകണം. ഏതായാലും കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യാനൊന്നും പറ്റൂല.
തെറ്റ് ചെയ്യാത്ത ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ അധികം ക്രൂശിച്ച് ഈ കോലത്തിലാക്കാൻ വേണ്ടി എന്താണ് അവൻ ചെയ്തത്? എന്നിട്ട് എന്തേ മലയാളത്തിലെ മാധ്യമ സമൂഹവും സോഷ്യൽ മീഡിയ സമൂഹവും എന്തേ അതിന് പ്രതികരിക്കാത്തത്? ഞാൻ മനസ്സിലാക്കുന്നത് സഹായിക്കാൻ കഴിയുന്ന ചിലർ, ഏതാനും ചിലർ നൽകുന്ന ചെറിയ സഹായങ്ങൾ കൊണ്ടാണ് യദു ഇന്ന് കഴിഞ്ഞു പോണത്. അവന് ജോലിയില്ല, വരുമാനമില്ല. അപ്പൊ എത്ര ദിവസമായി? ഇപ്പൊ ഒരാഴ്ചയായി വരുമാനമില്ലാത്ത ദിവസക്കൂലിക്കാരനാണ്. ഇപ്പോ ഇതിനിടയ്ക്ക് നേരത്തെയുള്ള ശമ്പള കുടിശ്ശിക ഒരു 10,000 രൂപ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ വന്നു എന്ന് പറയുന്നത് കേട്ടു. അത് ശമ്പള കുടിശ്ശികയാണ്. അത് തീർന്നാൽ അതും കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തെ ഏത് വിധേനയും പൂട്ടാൻ കഴിയുമെന്നും കുറെ കഴിയുമ്പോൾ സാമ്പത്തികമില്ലാതെ അവസാനം മേയറുടെയും MLA-യുടെയും ഒക്കെ കാല് പിടിച്ചുകൊണ്ട് സർവ്വ കുറ്റവും ഏറ്റെടുത്തുകൊണ്ട് അടിയറ പറഞ്ഞോളൂ എന്നുള്ള ധാരണ ഉണ്ടാവും. പക്ഷെ ഞാൻ കരുതുന്ന അതല്ല. കേരളത്തിലെ സമൂഹം സത്യസന്ധമായും നീതിപൂർവമായും ഇവിടെ കാര്യങ്ങൾ നടക്കണം, നീതി നിർവഹണത്തിലൂടെ യദുവിന് നീതി കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം യദുവിനെ സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ന് യദുവിന്റെ സഹപ്രവർത്തകരായിട്ടുള്ള പല ഡിപ്പോകളിലെയും പല സുഹൃത്തുക്കൾ അവന്റെ അവസ്ഥ അറിഞ്ഞുകൊണ്ട് ഗൂഗിൾ പേ ചെയ്തു കൊടുക്കുന്ന ചെറിയ വരുമാനമാണ് സത്യത്തിൽ ഒരു തലത്തിലെങ്കിലും കൊണ്ടുപോകുന്നത്. അപ്പൊ ഇത് യദുവിനെ സംബന്ധിച്ചിടത്തോളം അത് ആരോടും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പണപ്പുരവ് നടത്തുന്നുവെന്നും ഇനി ക്രൗഡ് ഫണ്ടിങ് പിരിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത കേസ് ചിലപ്പോൾ വന്നെന്ന് വരാം. നിലവിൽ ഡെപ്പോയിൽ നിർത്തിയിടുമ്പോഴും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വൈറ്റില ഹബ്ബ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ 20 മിനിറ്റോളം സംസാരിക്കുന്നത് കാണാം ചിലപ്പോൾ. ഒരു പക്ഷേ കാര്യം 20 മിനിറ്റോടെ ആൾട്ടുണ്ട്, സംസാരിച്ചൂടെ? വണ്ടി ഓടിക്കുമ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് സംസാരിക്കരുതെന്നല്ലേ ഉള്ളൂ. വണ്ടി നിർത്തിയിടുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് ആരെങ്കിലും ഉണ്ടോ? ഞാൻ മനസ്സിലാക്കുന്നത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വന്നു കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കി നിർത്തി ആ ഫോൺ സംസാരിക്കണമെന്നാണ്. കാർ ഓടിക്കുമ്പോൾ ഞാനതാ ചെയ്യുന്നത്. നമ്മൾ സൈഡാക്കി കഴിഞ്ഞിട്ട് ആ ഫോൺ സംസാരിക്കും. ഫോൺ എടുത്ത് സംസാരിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതാണ് ചെയ്യുക. പക്ഷേ ഹാൻഡ് ഫ്രീ ഉണ്ട്. ഹാൻഡ് ഫ്രീ ഹൈവേയിലായി കഴിഞ്ഞാൽ അതേ മാർഗമുള്ളൂ. വണ്ടി നിർത്തി സംസാരിക്കാനുള്ള സംവിധാനമൊന്നുമില്ല. ആ സമയത്ത് നമ്മൾ ബ്ലൂടൂത്തിലേക്ക് നമ്മൾ മാറും. മറ്റു സമയങ്ങളിൽ ലാവിഷായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ചെവിയിൽ വെച്ച് തന്നെ സംസാരിക്കണം. അത് സാധാരണ ഹൈവേകളിൽ റോഡ് ഓരം ഒതുക്കി നിർത്തി തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്. യദു ഉറപ്പിച്ച് പറയുന്നു, റൺ ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും, അതായത് വണ്ടി മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കില്ല എന്ന്. ഈ തൃശ്ശൂരിൽ നിന്ന് എടുത്തിട്ട് രാത്രി 10:30 തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ ഫുൾ റണ്ണിങ്ങിലാണ് എന്നുള്ളൊരു കണ്ടുപിടുത്തം, മഹത്തായ കണ്ടുപിടുത്തമാണെന്ന് തോന്നുന്നു. ഇവിടെ മന്ത്രി അടക്കമുള്ളവർ, ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ കണ്ടുപിടിച്ചു വെച്ചേക്കുന്നത്. ഇതിനിടയിൽ ഹാൾട്ട് ചെയ്യുന്നൊന്നുമില്ല. 2 സ്ഥലമാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത്. വൈറ്റില ഹബ്ബിൽ 20 മിനിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സൂപ്പർ ഫാസ്റ്റ് ഓടുന്ന ആൾക്കാരോട് ചോദിച്ചു നോക്കൂ, ദീർഘദൂര സർവീസ് ഓടുന്നവർ. കായംകുളത്ത് 20 മുതൽ 30 മിനിറ്റ് വരെ അവിടെയും സമയമുണ്ട്. അത് തന്നെ എത്രയായി? ഏതാണ്ട് 50 മിനിറ്റ് അവിടെ തന്നെ ആയില്ലേ? 2 സ്ഥലത്ത് കൂടി തന്നെ 50 മിനിറ്റായി. ഇങ്ങനെ പല സ്ഥലങ്ങളിലും സ്റ്റാൻഡുകളിൽ കയറി ഇറങ്ങുന്നുണ്ട്, ബ്ലോക്ക് വരുന്നുണ്ട്. ആ സ്ഥലത്തൊക്കെ മിസ് കോൾ വന്ന് കിടക്കുന്ന മിസ് കോളുകൾക്ക് ഒരല്പം ബ്ലോക്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ വിളിച്ചിട്ട് ഡ്രൈവിംഗിലാണ്, എന്തെങ്കിലും അത്യാവശ്യമാണോ എന്ന് ചോദിക്കാനുള്ള സമയമുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ സംസാരിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലൈസൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, യദുവിന്റെ ലൈസൻസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സകല പരിശ്രമം, ആ ഒരു പരിശ്രമമായിട്ട് മാത്രമേ ഞാൻ ഈ ഫോൺ സംഭാഷണത്തിനെ കാണുന്നുള്ളൂ. അല്ലാതെ മറ്റൊന്നുമല്ല. ഇതിന്റെ ഗൂഢ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇയാളിത് കട്ടായി കഴിഞ്ഞാൽ റോബിൻ ഗിരീഷ് എന്നല്ല ആരും അയാൾക്ക് ഒരു അവസരം കൊടുക്കൂല. കാര്യം ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമല്ല അയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരാളെ നശിപ്പിക്കുക, അയാളുടെ ജോലി കളഞ്ഞതോ പോട്ടെ, പിന്നെ അധ്വാനിച്ച് ഒരു പണിയെടുത്ത് അവന് അറിയാവുന്ന ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള അവസരം കൂടി നശിപ്പിക്കുക. അതാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്.